ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പിന്നെ ഇവിടുന്ന് വണ്ടിയിൽ ഇങ്ങനെ പോകാം. ഞാനിപ്പോൾ വണ്ടിയിൽ ഇവിടുന്ന് കാറിലൊക്കെ ദുബായിലൊക്കെ ആണെങ്കിൽ കാറിൽ പോകുന്ന സമയത്ത് നമ്മൾ സിഗ്നലിൽ നിന്നാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക? ഫോൺ എടുത്ത് നോക്കും അല്ലേ? നോക്കാൻ പാടില്ലെങ്കിലും നമ്മൾ നോക്കും. ഇപ്പോൾ ഇനി ബസ്സിലോ ട്രെയിനിലോ പോവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഫോൺ എടുത്ത് നോക്കും. ഈ സമയത്ത് നമ്മൾ ഒരു പരസ്യം കാണാനാണോ ഫോൺ നോക്കുന്നത്? അല്ലല്ലോ. നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നോക്കും. ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കാണും? ഇതേപോലത്തെ പരസ്യങ്ങൾ കാണും. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യും, ഞാനത് ഞെക്കി പ്രസ് ചെയ്ത് ഞാനും വിടും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക? കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലീഡ് നമ്മൾ CRMൻ്റെ അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ വന്ന് കിടക്കും. എന്നിട്ട് ഈ ലീഡ് 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 ദിവസം കഴിയുമ്പോൾ എക്സൽ ഷീറ്റായിട്ട് ഏജൻസി എടുത്തിട്ട് ആർക്ക് അയച്ചു കൊടുക്കും? ഈ ബ്രാൻഡിന് അയച്ചു കൊടുക്കും. ആ ബ്രാൻഡിൽ അവിടെ കിട്ടുന്ന സമയത്ത് അവിടുത്തെ സെയിൽസുകാരൻ ഒരു വീണ്ടും കുറേ സമയം കഴിഞ്ഞിട്ട് അതിലേക്ക് വിളിക്കും. അപ്പോൾ വിളിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളെ വീട്ടിലെത്തിയിട്ട് നിങ്ങളെ കുട്ടികളുമായിട്ടും വൈഫായിട്ടുള്ള 2-3 അടിയും കഴിഞ്ഞ് നിങ്ങൾ അടുത്ത സിനിമയ്ക്കും പോയി ഇതും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ലീഡ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ മറന്നുപോയിട്ടാവും അല്ലേ? സ്വാഭാവികമായിട്ടും സംഭവിക്കൂ. എന്നിട്ട് നമ്മൾ അതിലെ വിളിച്ചിട്ട് അവസാനം ഏജൻസിനെ വിളിച്ചു പറയും, നിങ്ങൾ തരുന്ന ലീഡിന് ഒരു ക്വാളിറ്റിയും ഇല്ല, നിങ്ങൾ ഈ പറയുന്ന ലീഡ്സ് ഇനി നമുക്ക് നിങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, ഇങ്ങനെ ജങ്ക് ലീഡ്സാണ് നിങ്ങൾ തരുന്നത്. ഇത് ജങ്ക് ലീഡിൻ്റെ പ്രശ്നമല്ല, ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് വിളിക്കാത്ത പ്രശ്നമാണ്. നിങ്ങളൊരു പരസ്യം എത്ര നേരം തലയിൽ വെച്ച് നടക്കും? മാക്സിമം പോയാൽ ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. കാരണം നമ്മൾ 1000കണക്കിന് പരസ്യം കാണുന്നു, 1000കണക്കിന് ആൾക്കാരെ കാണുന്നു. ഈ കണ്ടിന്യൂറ്റി കിട്ടണമെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോൾ വേണം. ഞാൻ പറയാം, അത്രയും ഇൻസ്റ്റൻറ്റ് കോൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ AI വോയിസ് കോൾ, ഈ AI വോയിസ് കോൾ ഇവിടെ വർക്കാവും. നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്കിൽ നിന്ന് ഒരു ലീഡ് വരുന്ന സമയത്ത്, ഹലോ ഞാൻ ഇന്ന ബ്രാൻഡിൽ നിന്നാണ്, ABC ബ്രാൻഡിൽ നിന്നാണ് വിളിക്കുന്നത്, പിന്നെ താങ്ക് യു, യുവർ ലീഡ് ഹാസ് ബീൻ റിസീവ് സക്സസ്ഫുള്ളി, ഞങ്ങളെ സെയിൽസ് ടീം ഇപ്പം ഇതിലാണ്, എനിവേ ഞങ്ങൾ എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും, താങ്ക് യു ഫോർ ഇതെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഓട്ടോമേറ്റഡ് കോൾ പോയിന്ന് വെച്ചാൽ ആൾക്കാർ ഹാപ്പി ആയി. ഓക്കെ, റെക്കഗ്നൈസ് ചെയ്തു, ഈ ബ്രാൻഡിനെ വിളിച്ചു. എന്നിട്ട് നമ്മൾ 2 മണിക്കൂറിനുള്ളിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺവേർഷൻ സാധ്യത കൂടി. ഇതെന്ത് ചെയ്യില്ല, ഓട്ടോമേറ്റ് ചെയ്യില്ല. ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്തിരുന്ന എന്തോ വലിയ ഭയങ്കര എക്സ്പെൻസീവ് പരിപാടിയാണ് ആൾക്കാരെ കണക്കൂട്ടൽ. ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ അത്ര വലിയ കോസ്റ്റ്ലി പരിപാടിയൊന്നുമല്ല, വളരെ ലൈറ്റായിട്ട് ചെയ്യാം. സെയിൽസ് ടീമിനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. അതിനൊക്കെ നമ്മൾ സിസ്റ്റംസും ടൂൾസും ഒക്കെ യൂസ് ചെയ്താൽ മതി.